ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേഡ് പ്രോസസ്സർ വേഡിനെ കുറിച്ച് മൈക്രോസോഫ്റ്റ് വേഡിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനിയും വേഡിനകത്തായാലും മറ്റുള്ള അനവധി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന പല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കമാൻഡുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ്. എക്സാമ്പിൾ വേഡ് ആണെങ്കിൽ തന്നെയും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാം. ഒന്നുകിൽ ഈ സ്ക്രീനിൽ കാണപ്പെടുന്ന ഇതുപോലത്തെ സിമ്പലുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഡെസ്ക്ടോപ്പിലുണ്ടാവും. ഇതിനെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നോർമലി സാധാരണ എല്ലാവരുടെയും കമ്പ്യൂട്ടറുകളിൽ കാണപ്പെടുന്നത് ഒരുപാട് ഫോൾഡറുകളും ഒരുപാട് ഫയലുകളും ഇങ്ങനെ നിറച്ചു വച്ചിരിക്കുന്ന ഒരു സംവിധാനമായിരിക്കും മിക്ക കമ്പ്യൂട്ടറുകളും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എവിടെയായാലും ഒരു കമ്പ്യൂട്ടർ തുറന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഇതുപോലെ അത്തപ്പൂക്കളം ഇട്ട മാതിരി ബാക്ക്ഗ്രൗണ്ടിലൊരു മനോഹരമായൊരു ചിത്രം ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ കുറേ ഇതുപോലെയുള്ള സിമ്പലുകൾ അടക്കം ചെയ്തിരിക്കും. ഇതെല്ലാം ഓരോരോ ഫയലുകളോ അല്ലെങ്കിൽ ഓരോരോ പ്രോഗ്രാമിനെയോ അതല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ഫയലുകൾ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്ന ഷെൽഫുകളായിട്ടോ ആയിരിക്കും നമുക്കവിടെ കാണപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ഡെസ്ക്ടോപ്പിൽ നമ്മൾ നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സ്ക്രീനിനെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു മുറി തന്നെയാണ്, ഒരു പോർഷൻ തന്നെയാണ്, ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ്. അപ്പം ഈ പോർഷനിലാണ് നമ്മൾ നമ്മുടെ ഫയലുകളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കമ്പ്യൂട്ടറിന് ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമുകൾക്ക് എന്തെങ്കിലും എററുകൾ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആദ്യം റിപ്പയർ പോകുന്ന ഭാഗത്ത് അടക്കം ചെയ്യപ്പെടുന്ന കാര്യങ്ങളായത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ ഫയലുകളും നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പുകളിൽ സേവ് ചെയ്യാതിരിക്കുക. നമ്മൾ എളുപ്പത്തിൽ വളരെ വേഗതയിൽ ഫയലുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ ഫയല് എന്തെങ്കിലും കമ്പ്യൂട്ടറിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം മൂവ് ചെയ്ത് മാറ്റുന്ന അല്ലെങ്കിൽ മായ്ച്ചു കളയപ്പെടുന്ന ഭാഗം ഇവിടെ നിന്നായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റലിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ഫയലുകളെല്ലാം സേവ് ചെയ്യപ്പെടുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഉണ്ട്. അതിന് ഹാർഡ് ഡിസ്ക് ആയിട്ടോ അതല്ലെങ്കിൽ അതൊരു USB ആയിട്ടോ അതല്ലെങ്കിൽ CD ഡ്രൈവിലായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഫ്ലോപ്പി ഡിസ്ക്. ഇന്നൊന്നും ഫ്ലോപ്പി ഡിസ്കുകളൊന്നുമില്ല. ഇപ്പം നമുക്ക് വളരെ വേഗതയിൽ ഫയലുകൾ തുറക്കാൻ തക്ക വിധത്തിലുള്ള പുതിയ ഡിസ്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് സൗകര്യാർത്ഥം കൊണ്ടു നടക്കത്തക്ക വിധത്തിൽ ചെറിയ ഡിവൈസുകളാക്കി തന്നെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങളുടെ ഫയലുകൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യരുത്. സേഫായിട്ട് എപ്പോഴും ഹാർഡ് ഡിസ്കിനെ നമുക്ക് പല മുറികളായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. C ഡ്രൈവ് എന്നോ D ഡ്രൈവ് എന്നോ മൈ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ പല റൂമുകളായി കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ ഫയലുകൾ സേഫായിട്ട് സേവ് ചെയ്യേണ്ടത് C എന്ന് പറയുന്ന റൂമിലല്ലാതെ DO അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ തന്നെ മറ്റൊരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് മാത്രമേ നമ്മൾ എപ്പോഴും നമ്മുടെ ഫയലിനെ സേവ് ചെയ്ത് സൂക്ഷിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോബ്ലം വരികയാണെങ്കിലോ റിപ്പയർ ചെയ്യപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ഫയലുകൾ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റൊരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക്, അങ്ങനെയുള്ളതിനെ ബാക്കപ്പ് എന്നാണ് വിളിക്കുന്നത്, സ്റ്റോറേജ് യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റിയിരിക്കണം. അപ്പം നമ്മൾക്ക് വേഡ് എന്ന് പറയുന്ന പ്രോസസ്സറിനെ എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ഈ പറയുന്ന ഐക്കണുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. വേഡ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണപ്പെടുന്ന രീതിയിൽ ഓപ്പണായി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിലെ പ്രോഗ്രാംസിൻ്റെ ഗ്രൂപ്പിൽ മൗസ് ഉപയോഗിച്ച് പോവുക. മൗസ് ഉപയോഗിച്ച് പോയതിന് ശേഷം അവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വേഡിൻ്റെ ഈ സിമ്പലുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഉള്ള ഒരു വേഡ് സ്ക്രീൻ നമ്മൾക്ക് വരും. അപ്പോൾ ഓപ്പണായി വരുമ്പോൾ തന്നെ നമുക്കിതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പേജ് ഉണ്ടാവും. പേജിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്പ്യൂട്ടറുകളിൽ ഏതൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും
ആ കമ്പ്യൂട്ടറിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറേ കമാൻഡുകളുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 1-2 കമാൻഡുകളാണ് കോമൺ പർപ്പസിന് വേണ്ടി എല്ലാ പ്രോഗ്രാമുകളിലും കോമൺ ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമാൻഡുകളാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കമാൻഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ബാക്കി ഏത് പ്രോഗ്രാമിൽ പോയാലും ഈ പറയുന്ന എല്ലാ കമാൻഡുകളും നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഒന്ന് ന്യൂ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫയൽ മേക്ക് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി, അതിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത വേറൊരു ഫയലാണ് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പുതിയ ഒരു ഫയലിനെ നമുക്ക് തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് ഒന്നുകിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ MS വേഡിൻ്റെ സ്ക്രീനിൽ ഇതേപോലെയുള്ള ഒരു സിമ്പൽ കാണാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷോർട്ട് കട്ട് കീസുകൾ ഉണ്ടാവാം. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് വേണ്ടി കീസ് നമുക്ക് അവൈലബിൾ ആണ്. ആ കീസുകളിലൂടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് അങ്ങനെയുള്ള എല്ലാ കമാൻഡുകളും. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കമാൻഡുകളും ഓർത്തിരിക്കണം. MS വേഡിന് അതിൻ്റെ പ്രീവിയസ് വെർഷനായ വേൾഡ് സ്റ്റാർ പോലെയുള്ള യൂസ് ചെയ്യുന്ന സമയത്ത് വേൾഡ് സ്റ്റാർ പോലെയുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് എല്ലാം കമാൻഡ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയിരുന്നു. അത് കമാൻഡുകളെല്ലാം കാണാതെ പഠിച്ചിട്ട് നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യുന്നു, പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, അതേപോലെ തന്നെ അത് സേവ് ചെയ്യുന്നു. അതിനെല്ലാ കമാൻഡുകളും നമ്മൾ ഷോർട്ട് കട്ട് കീയിലൂടെ. ഇപ്പോൾ പക്ഷേ നമുക്ക് വളരെ ഈസിയാണ്. മൗസ് ഓപ്പറേറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ടച്ച് സ്ക്രീനുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതിലൂടെ ജസ്റ്റ് നമ്മൾ ആ സിമ്പലുകളിൽ നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ച് തന്നെ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ടോ എന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ Ctrl+N എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. കൺട്രോൾ കീയും N എന്ന് പറയുന്ന കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫയൽ തുറന്നു വരും. അതോടൊപ്പം തന്നെ വരുന്നതാണ് ഓപ്പൺ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ തയ്യാറാക്കിയ ഒരു ഫയൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓപ്പൺ എന്ന് പറയുന്നത്. അതും നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്. കൺട്രോളും O എന്ന് പറയുന്ന ബട്ടനൂടെ പ്രസ് ചെയ്താൽ മതി, നമുക്കത് തുറക്കാനുള്ള സ്ക്രീൻ ഓപ്പണായി വരും. അപ്പം ഇതുപോലെ ഒരു സിമ്പലായിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സിമ്പൽ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ. നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മതി, ഇവിടെ ഉണ്ടതെല്ലാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫയലാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടുന്ന ഒരു സ്ക്രീനാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനകത്തുള്ള MS വേഡ് MS ഓഫീസ് പാക്കേജ് ഏറ്റവും പുതിയ വെർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനകത്തുള്ള MS ഓഫീസും ഞാൻ ഉപയോഗിക്കുന്ന MS ഓഫീസും തമ്മിൽ പുതിയതും പഴയതും എന്നുള്ള ഒരു പതിപ്പിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ഡയലോഗ് ബോക്സ്, ഈ വരുന്ന സ്ക്രീനുകളെയാണ് ഡയലോഗ് ബോക്സുകളെന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുന്ന ഡയലോഗ് ബോക്സുകളിൽ പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പഴയ സ്ക്രീനിലുള്ളത് ആയിരിക്കാം. പുതിയ പതിപ്പിലുള്ള MS ഓഫീസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള സ്ക്രീനായിരിക്കും വരുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അവിടെ നമ്മൾക്ക് ലൊക്കേഷനുകൾ ഉണ്ടാവും. അവിടുന്ന് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് മസ്റ്റായിട്ട് അറിയണം. ഏത് ഫയലാണെന്ന്, ഫയലിൻ്റെ പേരാണെന്നുള്ളതും മസ്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ, തയ്യാറാക്കിയ ഫയൽ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഒരു ഫയൽ സേവ് ചെയ്തത് പുറത്ത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡ്. അപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നിരവധി ഫയലുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാണാൻ കഴിയും. ഇതെല്ലാം ഈ സിമ്പലുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫയൽ ഏത് പ്രോഗ്രാമിലാണോ തയ്യാറാക്കിയത് ആ പ്രോഗ്രാമിലൂടെ മാത്രമേ നമുക്ക് തുറക്കാനും അതേപോലെ തന്നെ അത് മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അത് പ്രിൻ്റ് എടുക്കാനും നമ്മൾക്കത് വായിക്കാനോ എന്ത് ചെയ്യാനും ആ പ്രോഗ്രാമിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇൻ കേസ് ഈ പ്രോഗ്രാം തയ്യാറാക്കി, ഈ ഫയലുകൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം തുറന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ പ്രധാനപ്പെട്ട കമാൻഡുകളിൽ MS വേഡിനെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ നമ്മൾക്ക് എങ്ങനെ തുറക്കാമെന്നും അതിനകത്ത് എങ്ങനെ ഒരു ഫയലിനെ പുതിയതിനെ നമുക്ക് എടുക്കാമെന്നും അതേപോലെ തന്നെ സേവ് ചെയ്ത ഫയൽ, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ എങ്ങനെ തുറക്കാമെന്നും ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം വരും വീഡിയോകളിൽ നമ്മൾക്ക് MS വേഡും അതോടൊപ്പം തന്നെ കോമൺ ആയിട്ട് വരുന്ന കമാൻഡുകളും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോകൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.